Hi friends, strive and thrive അല്ലെ? എന്താണ് സ്ട്രോങ് ഡിറ്റർമിനേഷനും അതുപോലെ സ്ഥിരോത്സാഹവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് അല്ലെ ഇപ്പോൾ ഉള്ളത്. ബത്തനി ഹാമിൽട്ടന്റെയും അതുപോലെ നീരജ് ബാനത്തിന്റെയും ഒക്കെ ലൈഫ് സ്റ്റോറി അല്ലെ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നുണ്ട് അല്ലെ. അവരെ പോലെ തന്നെ നമുക്കും എന്ത് ചെയ്യാൻ സാധിക്കും? സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷനും സ്ഥിരോത്സാഹവും ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ തോന്നും, ബത്തനി ഹാമിൽട്ടനൊക്കെ എന്തായിരുന്നു, അവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലെ, ഫാമിലി സപ്പോർട്ട്, ഫ്രണ്ട് സപ്പോർട്ട്, ഇങ്ങനെ ഒരുപാട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഐഡിയക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശിച്ച കാര്യത്തിന് ആരുടെയും വലിയ സപ്പോർട്ട് ഒന്നുമില്ല, നമ്മുടെ ജേണി തനിച്ചാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് സ്വയം മുന്നോട്ട് പോകും? ഓക്കെ, അതൊരു ചോദ്യമാണ് അല്ലെ. അങ്ങനെ നമ്മൾ തനിച്ചുള്ള നമ്മുടെ യാത്ര അത് എങ്ങനെ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇനിയുള്ള ഒരു പോമിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. വാക്ക് അലോൺ അല്ലെ, അതാണ് തനിച്ച് നടക്കുക അല്ലെ, തനിച്ച് മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള നമ്മുടെ സ്വന്തം അഭിമാനമായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു മനോഹരമായിട്ടുള്ള കവിതയാണ്. നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. The life stories of Bethany Hamilton and Neeraj Bhanet are powerful testaments to the strength of the human spirit. അല്ലെ, നമ്മുടെ നീരജ ബാനറ്റിന്റെയും ബത്തനി ഹാമിൽട്ടന്റെയും ഒക്കെ ലൈഫ്സ് അല്ലെ, അത് നമുക്ക് എങ്ങനെയായിരുന്നു മക്കളെ? അതെങ്ങനെയാണ് മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യ ശക്തിയുടെ ശക്തമായിട്ടുള്ള രൂപങ്ങളാണ് അതൊക്കെ അല്ലെ. നമ്മുടെ മനുഷ്യന്റെ സ്പിരിറ്റിന് അല്ലെ, നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു ശക്തിയായിട്ടുള്ള ഒരു ഉള്ളിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പവർ ഉണ്ട് അല്ലെ. അതിന്റെയൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, and here is a poem by Tagore that takes the readers on a contemplative journey into the self. അല്ലെ, ഈ ജേണി എന്ന് പറഞ്ഞാൽ നമ്മളിലോട്ട് സ്വയം തിരിഞ്ഞു നോക്കാനുള്ള ഒരു യാത്ര, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്ര, അതാണ് ഈ ഒരു പോം. ഓക്കെ, എൻജോയ് ദ പോം. നോക്കാം. വാക്ക് അലോൺ, രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ. About the author, Rabindranath Tagore, often referred to as Gurudeva, was a polymath, I referred Indian poet, artist, musicians, philosopher. അല്ലെ, ഒരുപാട് മേഖലയിൽ അദ്ദേഹം വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തെ പൊതുവെ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ പോളി മിത്തിലൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് ഗുരുദേവ് എന്നറിയപ്പെടുന്ന വ്യക്തി, ഗുരുദേവ് എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. മ്യൂസീഷ്യൻ ആണ്, ഫിലോസഫർ ആണ് അല്ലെ, തത്വചിന്തകനാണ്, പോയറ്റ് ആണ്, ആർട്ടിസ്റ്റ് ആണ്. എല്ലാ മേഖലയിലും അദ്ദേഹം എന്താണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലെ. ഹിസ് കളക്ഷൻ ഓഫ് ഗീതാഞ്ജലി, സോങ് ഓഫ് ഓഫേഴ്സ് എന്ന് പറയുന്ന ഗീതാഞ്ജലി വൺ ഹിം നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913. ഓക്കെ, അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക് അല്ലെ ഗീതാഞ്ജലി. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞങ്ങൾ മുകളിലോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഗീതാഞ്ജലി. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് 1930. ഓക്കെ, റിക്കഗ്നൈസിങ് ഹിസ് പ്രൊഫൗണ്ട് ഇൻസൈറ്റ് ആൻഡ് ഫിലോസഫിക്കൽ ഡെപ്ത് അല്ലെ, അത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വേറിട്ടുള്ള ആഴത്തിലേറിയ തത്വചിന്തയും അദ്ദേഹത്തിന്റെ ആയമേറിയിട്ടുള്ള ചിന്തയൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ആൻഡ് ടാഗോർ വാസ് നോട്ട് ഓൺലി എ ലിറ്റററി ഐക്കൺ ബട്ട് ഓൾസോ കീ ഫിഗർ ഇൻ ഇന്ത്യാസ് ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് അല്ലെ. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമാണോ, ഒരു സാഹിത്യകാരൻ മാത്രമാണോ? അല്ല അല്ലെ. അദ്ദേഹം ആരും കൂടെയാണ് മക്കളെ? ഇന്ത്യൻ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് അല്ലെ. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ, നെഹ്റു, ഗാന്ധിജി ഒക്കെ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ കാണാം അവിടെ ഇങ്ങനെ ലിസ്റ്റിൽ ഇങ്ങനെ രവീന്ദ്രനാഥ് ടാഗോറും ഉണ്ടാവും അല്ലെ. അപ്പൊ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്ററും കൂടിയാണ് കേട്ടോ. ആൻഡ് ഹി ഈസ് ദ റിനൗഡ് കമ്പോസർ ഓഫ് ദ നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ. ഓക്കെ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ജനഗണമന അല്ലെ, ജനഗണമന കമ്പോസ് ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. മാത്രമല്ല ആൻഡ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം കൂടെ ആയിട്ടുള്ള അമർ ഷോനാർ ബാംഗ്ല എന്ന് പറയുന്നതും അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹിസ് വേർഡ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്, ലവ് ആൻഡ് ഹ്യൂമൻ സ്പിരിറ്റ് അല്ലെ. മനുഷ്യരുടെ സ്പിരിറ്റ് ആൻഡ് ലവ്, ലൈഫ്, ഇതിന്റെയൊക്കെ മനോഹരമായിട്ടുള്ള ഒരു വേർഷൻ ആണ് അദ്ദേഹത്തിന്റെ കവിതയിലൂടെയൊക്കെ നമുക്ക്, അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. ഗുരുദേവ് എന്ന് വിളിക്കുന്ന അറിയണം. അതുപോലെ ഇന്ത്യൻ പോയറ്റ്, ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻ, ഫിലോസഫർ ആണ് എന്നുള്ളത്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ഗീതാഞ്ജലിക്കാണ്. നോബൽ പ്രൈസ് 1930 ലഭിച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെ അദ്ദേഹം ഒരു ലിറ്റററി ഐക്കൺ മാത്രമല്ല, ഇന്ത്യൻ ഫൈറ്റ് ഇൻഡിപെൻഡൻസിൽ വളരെ വലിയ റോൾ ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ആന്തമായിട്ടുള്ള ജനഗണയും അതുപോലെ ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തം അദ്ദേഹമാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പോമിലൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്യൂട്ടി ഓഫ് ലൈഫും ലവും ഹ്യൂമൻ സ്പിരിറ്റും ഒക്കെയാണ്. ഇത്രയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പോയറ്റ് ഒരു പോം അപ്രീസിയേഷൻ ഒക്കെ വരികയാണെങ്കിൽ കുറച്ചൊക്കെ പോയറ്റിനെ കുറിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. പോം. If no one listen to your call, then you must walk alone, move on alone, and move on alone. If no one speak to you, oh my hapless one. If everyone turns the other way, if everyone is afraid, then open your heart and speak out your mind alone. നോക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികളാണ് അല്ലെ. നോക്കാം. ഇഫ് നോ വൺ ലിസൺ ടു യുവർ കോൾ, നിങ്ങളുടെ വിളികൾ ആരും കേൾക്കാനില്ലെങ്കിൽ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറല്ലെങ്കിൽ, ഓക്കെ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ, നിങ്ങളെ വിളിക്കാൻ, നിങ്ങളുടെ വിളികൾ കേൾക്കാൻ ആരും റെഡി അല്ലെങ്കിൽ, ആരും അതിന് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? then you must walk alone. അല്ലെ, എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തനിയെ മുന്നോട്ട് പോകണം. ഓക്കെ, തനിയെ മുന്നോട്ട് പോവുക എന്നാണ്. നിങ്ങളുടെ വിളികൾ ആരും കേൾക്കാൻ റെഡി അല്ലെങ്കിൽ മൂവ് ഓൺ അലോൺ റിപ്പീറ്റേഷൻ ആണ്, അത് സ്ട്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോ നിങ്ങളുടെ വിളികൾ ആരും കേൾക്കാൻ റെഡി അല്ലെങ്കിൽ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരും റെഡി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തനിച്ച് മുന്നോട്ട് നടക്കണം, നിങ്ങൾ തനിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. വാക്ക് അലോൺ, യാത്രയിൽ ഒറ്റക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങൾ ആരും കേൾക്കാനില്ലെങ്കിൽ പോലും. ഓക്കെ. ഇഫ് നോ വൺ സ്പീക്ക് ടു യു, ആരും നിങ്ങളോട് സംസാരിക്കാൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് തനിച്ച് തന്നെ പോകണം. ഹോ മൈ ഹാപ്ലെസ് വൺ. നമ്മുടെ ടാഗോർ അഭിസംബോധന ചെയ്യാണ് ഇവിടെ. എന്താ പറയാ, സ്പീക്കർ അഭിസംബോധന ചെയ്തൊരു രീതിയാണ് കേട്ടോ. പക്ഷെ ആള് മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ആരാണോ എന്താണോ എന്നില്ല. ഓക്കെ. ഓ മൈ ഹാപ്ലെസ് വൺ, നിർഭാഗ്യവാനായ മനുഷ്യ. ഓക്കെ, അങ്ങനെയാണ് ആ വിളി. ഓക്കെ, എന്റെ നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യ. ഓ മൈ ഹാപ്പിനെസ് വൺ. ഓക്കെ, നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യ എന്താണ് വിളിക്കുന്നത്? ഇഫ് എവരി വൺ ടേൺസ് ദ അതർ വേ, ഇഫ് എവരി വൺ ഈസ് അഫ്രൈഡ്, ഇഫ് എവരി വൺ ടേൺസ് ദ അതർ വേ, മറ്റുള്ളവരെല്ലാം മറ്റു വഴിയിലൂടെ പോവുകയാണെങ്കിൽ, മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ആൻഡ് ഇഫ് എവരി വൺ ഈസ് അഫ്രൈഡ്, എല്ലാവരും നിങ്ങളോട് സംസാരിക്കാൻ ഭയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് ഭയപ്പെടുത്തുന്നതാണെങ്കിൽ, അവർ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, നിങ്ങളോട് സംസാരിക്കാൻ അവർ ഭയപ്പെടുകയാണെങ്കിൽ, അവർ മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, then open your heart. അല്ലെ, എന്താണ്? നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനോ നിങ്ങൾ പറയുന്നത് നിങ്ങളോട് സംസാരിക്കാനോ റെഡി ആവാതെ നിങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? then open your heart. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കുക. and speak out your mind alone. എന്നിട്ട് നിങ്ങളോട് തന്നെ തനിയെ സംസാരിക്കുക. ഓക്കെ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ലെങ്കിൽ, നിങ്ങളെ വിളിക്കാൻ ആരുമില്ലെങ്കിൽ, നിങ്ങൾക്ക് നേരെ എല്ലാവരും മുഖം തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, നിങ്ങളോട് സംസാരിക്കാൻ മറ്റുള്ളവർ ഭയപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട്, നിങ്ങളുടെ മനസ്സിനോട് തനിയെ ഉറക്കെ തന്നെ സംസാരിച്ചോളൂ എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത്. ഓക്കെ. If everyone turns away on my hapless one, എല്ലാവരും തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, എല്ലാവരും നിങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഓ എന്റെ നിർഭാഗ്യവാനായ മനുഷ്യ. If as you walk alone on a dark road, വളരെ ഇരുണ്ട ഒരു റോഡിലൂടെ, അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള റോഡിലൂടെ നിങ്ങൾ തനിച്ച് നടക്കേണ്ടി വരികയാണെങ്കിൽ, no one joins you on your journey, നിങ്ങളുടെ യാത്രയിൽ ആരും തന്നെ നിങ്ങളുടെ കൂടെ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? no one joins you on your journey and then you must crush the thorns on your path with your bleeding feet and walk ahead alone. എന്താണ് പറഞ്ഞത്?
നിങ്ങളുടെ നേരെ മറ്റുള്ളവർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇരുട്ട് നിറഞ്ഞ ഒരു റോഡിലൂടെ നിങ്ങൾ നടന്നു പോവുക, തനിച്ച് നടന്നു പോവുകയാണെങ്കിൽ, ആ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആ യാത്രയിൽ ആരും തന്നെ നിങ്ങളുടെ കൂടെ കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുമ്പിൽ കാണുന്ന വഴിയിലുള്ള മുള്ളുകൾ, അല്ലെ, മുള്ളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ തടസ്സങ്ങളാണ്, ലിമിറ്റേഷൻസും തടസ്സങ്ങളും ഒബ്സ്റ്റാക്കിൾസും. മുള്ളറിയുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലീഡിങ് ഫീറ്റ് വെച്ചിട്ട്, അല്ലെ, രക്തം വാർന്നൊഴുകുന്ന, ചോര പുരണ്ടൊഴുകുന്ന, രക്തം വാർന്നൊഴുകുന്ന നിങ്ങളുടെ കാൽപാദങ്ങൾ വെച്ച് ക്രഷ് ചെയ്ത് ആ മുള്ളുകളെ ക്രഷ് ചെയ്യാം. ഓക്കെ, ചവിട്ടി മെതിച്ചുകൊണ്ട് വാക്ക് അലോൺ, എന്ത് ചെയ്യുക? മുന്നോട്ട് തനിയെ പോവുക. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഇതൊരു ഫ്രീഡം ഫൈറ്ററുടെ വാക്കുകളാണ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്, അല്ലെ. ഇപ്പൊ ഫ്രീഡം ഫൈറ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിനെ പഠിച്ചപ്പോ പോയി കഴിഞ്ഞാൽ ഒരു 10, 50, 60 ആൾക്കാർ മാക്സിമം, അത്ര പേരുള്ളൂ അന്ന്? അല്ല. എന്തുകൊണ്ട് ബാക്കിയുള്ളവരും നമ്മൾ അറിയാത്ത? ബാക്കിയുള്ള അധികം പേരും പേടിച്ച് പിൻവാങ്ങും. അവരുടെ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നൊക്കെ അടിയും മരണവും ഒക്കെ പേടിച്ച് ബേക്കിൽ നിൽക്കുന്നവരുണ്ട്. എല്ലാവരും മുമ്പോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു? ഇല്ല, അല്ലെ. അതെന്തുകൊണ്ടാ? അതുപോലെ പല ആളുകളുടെയും ഈ ഫ്രീഡത്തിന്റെ അല്ലാതെ തന്നെ പല ആദർശങ്ങളും, നമുക്കുള്ള പല സ്ലേവറിക്കെതിരെ പല ആളുകളും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ. അപ്പൊ അവരുടെ അന്നത്തെ ആദർശ ശ്രീനാരായണ അയ്യങ്കാളി, ഇങ്ങനെ ആരാവട്ടെ, അവരാദ്യം ആ ആദർശം വെക്കുമ്പോൾ അവരുടെ കൂടെ ഇല്ല, അല്ലെ. ഒരുപാട് പ്രശ്നങ്ങളും അന്നത്തെ ആ ടൈമിലുള്ള രാജാക്കന്മാരുടെ അടുത്തു നിന്നുള്ള പ്രശ്നങ്ങള്, സാമുദ്രന്മാരിൽ എല്ലാം തുരുതുപോലെ നേരിട്ടുകൊണ്ടിരിക്കും. സമൂഹത്തിൽ പ്രശ്നങ്ങള്, ഫാമിലി പ്രശ്നങ്ങള്, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അവരപ്പോ എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക? തനിയായിരിക്കും സഞ്ചരിക്കുക. അവർക്ക് മുമ്പിലുള്ള ഈ മുള്ളുകളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ബ്ലീഡിങ് ഫീറ്റ് കൊണ്ട് ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോയിട്ടാണ് അവരുടെ ലക്ഷ്യം സാധിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ കൂടെ എല്ലാവരും കൂടിയിട്ടുണ്ടാവും. പക്ഷെ തനിച്ചായിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളൊക്കെ പല ആദർശങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ യാത്ര പോവുക, അല്ലെ. അവരുടെ യാത്ര തനിച്ച് തന്നെ ആയിരിക്കും. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയും നിങ്ങളുടെ വാക്കുകൾ ആരും കേൾക്കാൻ റെഡി ആവാതിരിക്കുകയും തനിച്ച് ഇരുട്ട് നിറഞ്ഞ ഒരു റോഡിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഭയങ്കരമായ ബുദ്ധിമുട്ടേറിയിട്ടുള്ള സാഹചര്യമാണ്, അല്ലെ. ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന വളരെ ഭയാനകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള തടസ്സങ്ങളെ, ഒബ്സ്റ്റാക്കിൾസിനെയൊക്കെയാണ് ഈ ഡാർക്ക് റോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള റോഡിലൂടെ പോവുകയാണെങ്കിൽ ആ മുള്ളുകൾ നിങ്ങൾ ബ്ലീഡിങ് ഫീറ്റ് കൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാക്ക് അലോൺ, തനിയെ മുന്നോട്ട് നീങ്ങണം എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത്. ക്ലിയർ? If no one hold up a light on my hapless one, if on a dark, stormy and rainy night. Okay, rainy night എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന രാത്രിയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സ്റ്റോമി, കൊടുങ്കാറ്റും ഇരുട്ടും മഴയും ഒക്കെ നിറഞ്ഞുള്ള രാത്രിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ പോലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രകാശം പിടിച്ചു തരുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ വെളിച്ചം കാണിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യ. എവരിവൺ സീക്സ് റെഫ്യൂജ് ബിഹൈൻഡ് എ ക്ലോസ്ഡ് ഡോർ. എല്ലാവരും ഈ മഴയത്തും കാറ്റിലും ഇരുട്ടിലും ഈ ഒരു പ്രോബ്ലംസിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആരും പ്രകാശം കാണിച്ചു തരുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ക്ലോസ്ഡ് ഡോർ, അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലായി അവരെല്ലാം സേഫ് ആവുകയാണെങ്കിൽ, ഷെൽട്ടർ, അഭയം പ്രാപിക്കുകയാണെങ്കിൽ, അല്ലെ. എല്ലാവരും നിങ്ങൾക്ക് മുമ്പിൽ ഡോറുകൾ അടച്ച് അതിന്റെ ഉള്ളിൽ അഭയം പ്രാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? then with the flame from the roaring lightning, അല്ലെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? roaring lightning, അല്ലെ. എന്താണ് roaring എന്ന് പറഞ്ഞാൽ? അലറുന്ന ഇടിമിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതെ, കത്തിജ്വലിക്കുന്ന ഇടിമിന്നലിന്റെ ഫ്ലൈമിൽ നിന്നും, ആ ഒരു ചൂടിൽ നിന്നും, ആ ഒരു ഫയറിൽ നിന്നും, ആ തീയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് യുവർ ഓൺ ഹാർട്ട് ഓൺ ഫയർ. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ജ്വലിപ്പിക്കണം. എവിടുന്ന് തീയെടുത്തിട്ടാ ജ്വലിപ്പിക്കുന്നത്? കത്തിജ്വലിക്കുന്ന ഇടിമിന്നലിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനെ, അതിൽ നിന്നും ആ ജ്വാല എടുത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം ജ്വലിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആരും മോട്ടിവേറ്റ് ചെയ്യാനും ആരും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും പുറംതിരിഞ്ഞു നിൽക്കുകയും എല്ലാവരും നിങ്ങളുടെ മുമ്പിൽ ഡോറുകൾ അടച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ആരും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റെയിനി സ്റ്റോം എന്നൊക്കെ പറയുന്നതൊക്കെ
ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റാക്കിൾസ് ആണ് കേട്ടോ പറയുന്നത്. അല്ല നിങ്ങളൊരു ഇരുട്ടുമായൊക്കെ നടന്ന അതിലുള്ള ഒരാൾ നടന്നു പോകുമ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. അപ്പോ ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രകാശവുമായി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടുമായിട്ട് ആരും നിങ്ങളുടെ മുമ്പിൽ വരുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വയം സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഹാർട്ടിനെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, ശക്തിപ്പെടുത്തി നിങ്ങൾ തനിയെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ലൈറ്റിംഗ് റോറിംഗ് അല്ലെ, അങ്ങനെ കത്തിച്ചൊലിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന അല്ലെങ്കിൽ അലറി വരുന്ന ഈ ലൈറ്റനിങ്ങിൽ നിന്നും ഫ്ലെയിം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഹേർട്ടിനെ നിങ്ങൾ ജ്വലിപ്പിക്കണം അല്ലെ. എന്താണ്, നിങ്ങളുടെ ഹൃദയത്തിനെ നിങ്ങൾ എന്താക്കി മാറ്റണം, ജ്വാല നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് ഷൈൻ, എന്നിട്ട് നിങ്ങൾ വെട്ടിത്തിളങ്ങണം. ഷൈൻ അലോൺ അല്ലെ, നിങ്ങൾ സ്വയം തനിയെ നിങ്ങൾ വെട്ടിത്തിളങ്ങണം. ദാറ്റ് മെനി മേ അസ്പിയർ, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തനിയുള്ള യാത്ര അല്ലെ. നമ്മൾ എന്തെങ്കിലും ഈ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ സമയത്തൊക്കെയാണ് ഇത് മെയിനായിട്ട് അവർക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഇത്. ഓക്കെ, അത് ഈ ഒരു കാലഘട്ടത്തിനും സെറ്റ് ആവുന്ന എന്താ വെച്ചാൽ ഇപ്പോഴും ഉണ്ട് ആളുകള് പല പ്രോബ്ലംസും കാര്യങ്ങളും വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും പ്രശ്നങ്ങളും അല്ലെ. ചില ആളുകളൊക്കെ അങ്ങേയറ്റം തനിയെ പോരാടി കേസുമായിട്ട് വീണ്ടും പോയി ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് അങ്ങനെ തനിയെ പോരാടി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവർ ഈ പറഞ്ഞ മാതിരി അവരിങ്ങനെ കത്തിച്ചൊലിപ്പിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ അവരുടെ യാത്രയിലൊന്നും ആരും സപ്പോർട്ടിന് ഉണ്ടാവില്ല, അവർ തനിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തനിയെ മുന്നോട്ട് പോവാനാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആരും സപ്പോർട്ട് ചെയ്യാനോ, ആരും നമ്മുടെ വിളികൾ കേൾക്കാനോ, ആരും നമുക്ക് കൂടെ നിൽക്കാനോ, എല്ലാവരും നമുക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ സ്വയം നമ്മളുള്ളിൽ ഒരു പ്രകാശം കണ്ടെത്തിക്കൊണ്ട് നമ്മളെ സ്വയം പ്രകാശിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത്. ക്ലിയർ? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ നേരിട്ട് ഇത് എഴുതിയതല്ല ഇംഗ്ലീഷിലോട്ട്. ഇത് അദ്ദേഹം എഴുതിയത് ട്രാൻസ്ലേറ്റ് ചെയ്തത് സ്നേഹേന്ദു ഖാർ ആണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് നോക്കാം മേജർ പോയറ്റിക് ഡിവൈസസ്. വളരെ മനോഹരമായിട്ട് അത് യൂസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് നമുക്ക് പലതും നിങ്ങൾക്ക് ആ കവിത പറയുമ്പോൾ ആ ഫ്രീഡം ഫൈറ്റേഴ്സിലോട്ട് പോകുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരാൾ തനിയെ പോകുന്നതും മുന്നോട്ട് പോകുന്ന എല്ലാവരും പുറംതിരിഞ്ഞ് നിൽക്കുന്നതും എല്ലാവരും ഡോറുകൾ അടച്ച് പോകുന്നതും ഇയാൾ തനിയെ ഇതൊക്കെ നമുക്ക് പിക്ചർ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അതിമനോഹരമായിട്ട് പോയറ്റിക് ഡിവൈസസ് ടാഗോർ യൂസ് ചെയ്തുകൊണ്ടാണ് കവിതയിൽ. നോക്കാം. ഫസ്റ്റ് വൺ, റിപ്പീറ്റേഷൻ അല്ലെ. ഒരു സംശയമില്ലാതെ തന്നെ ആർക്കും എടുത്തു പറയാൻ കഴിയും ഈ പോമില് റിപ്പീറ്റേഷൻ ഉണ്ടെന്ന്. ഏതാണ് റിപ്പീറ്റേഷൻ വരുന്നത്? മൂവ് ഓൺ അലോൺ അല്ലെ, റിപ്പീറ്റേഷൻ ആണ് അല്ലെ. ദിസ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസിലിയൻസ്. എന്ത് റെസിലിയൻസ്? നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു. റെസിലിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ബെത്താനി ഹാമിൽട്ടനെ പറയുമ്പോൾ ഒരുപാട് വട്ടം യൂസ് ചെയ്ത വേർഡാണ് അല്ലെ. എന്തെങ്കിലും ഒരു പ്രോബ്ലമോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ പഴയ ഒരു പൂർവസ്ഥിതിയിലോട്ട് പോകാനുള്ള ഒരു പ്രതിരോധ ശേഷി അല്ലെ, വീണ്ടും പഴയ ഒരു അവസ്ഥയിലോട്ട് പോവാൻ നമ്മൾ സ്വയം ആർജിച്ചെടുത്ത് വീണ്ടും ആ പഴയ അവസ്ഥയിലോട്ട് പോകാനുള്ള ഒരു പ്രതിരോധ ശേഷി നമുക്ക് വരണം അല്ലെ. അതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ ബെത്തനി ഹാമിൽട്ടൺ അത് ഉണ്ടായിരുന്നു അല്ലെ. ആളുടെ കൈകൾ പോയെങ്കിലും ആള് വീണ്ടും റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ആ ചാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്തതാണ്. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് റെസിലിയൻസ് അല്ലെ, ഒരു പ്രതിരോധ ശേഷി. നമുക്ക് വീണ്ടും എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് വീണ്ടും നമ്മുടെ ആ പഴയ ഒരു അവസ്ഥയിലോട്ട് തന്നെ പോയി നിൽക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് കീപ്പിംഗ് ഗോൺ ഫോർവേഡ് ഇഫ് വി ആർ അലോൺ. ഈവൻ ഇഫ് വി ആർ അലോൺ, നമ്മൾ തനിച്ചാണെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതും. ഈ ഒരു രണ്ട് കാര്യവും സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂവ് അലോൺ എന്ന് പറയുന്നത് അല്ലെ. വീണ്ടും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ സഹിച്ച് നമ്മൾ തനിയാണെങ്കിലും മുന്നോട്ട് പോവുക എന്ന് പറയാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പീറ്റേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ദെൻ അനദർ റിപ്പീറ്റേഷൻ ആണ് ഓ മൈ ഹാപ്ലെസ് വൺ അല്ലെ. അത് നിങ്ങൾ 2-3 കണ്ടു, പക്ഷെ അത് അടുപ്പിച്ചല്ല കണ്ടത് അല്ലെ. Okay, നോക്കാം. Is repeated 3 times in emphasize the painful feeling of misfortune felt when one is isolated by others. അല്ലെ, hapless one, എന്റെ നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യ. ഒരു വ്യക്തി നിർഭാഗ്യവാനാവണമെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? ഓക്കെ, അദ്ദേഹം ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ല നിർഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അതെന്താണ് എംഫസൈസ് ചെയ്യുന്നത്? പെയിൻഫുൾ ഫീലിംഗ് ആണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള വേദനാജനകമായിട്ടുള്ള നിർഭാഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഫീലിങ്സ് വെൻ ഷീ ഈസ് ഐസൊലേറ്റഡ് ബൈ അതേഴ്സ് അല്ലെ. മറ്റുള്ളവരാൽ
നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ആ ഒരു നിർഭാഗ്യവാനായിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ അവസ്ഥ കാണിക്കാനാണ് ഓ മൈ ഹാപ്പിലെസ് വൺ എന്ന് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ദെൻ മെറ്റാഫർ അല്ലെ, ഉപമകൾ അല്ലെ നോക്കാം. ക്രഷ്ഡ് തോൺ നമ്മൾ പറഞ്ഞു അല്ലെ, ബ്ലീഡിങ് ഫീറ്റ് കൊണ്ട് നിങ്ങൾ മുള്ളുകൾ എന്ത് ചെയ്യണം, ക്രഷ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു അല്ലെ. അതെന്താണ് മെറ്റാഫർ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? അല്ലാതെ ആ വ്യക്തി മുള്ളൊക്കെ ചവിട്ടി അങ്ങോട്ട് പോകണം എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല അല്ലെ. അപ്പൊ ആ മുള്ള എന്താണ്, ആ ചവിട്ടൽ എന്താണ് എന്നുള്ളതൊക്കെ നോക്കാം. അതൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപമയാണ് അല്ലെ. നോക്കാം. ദ ആക്ട് ഓഫ് ക്രഷിംഗ് ദ തോൺ സിംബലൈസ് ചെയ്യുന്നത് ഫേസിങ് ഓൾ പെയിൻഫുൾ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ദ ഫോർവേഡ് പാത്ത് അല്ലെ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വഴിയിലൂടെ ഉണ്ടാവുന്ന നമുക്ക് നേരിടേണ്ടി വരുന്ന വളരെ വേദനാജനകമായിട്ടുള്ളതും മാത്രമല്ല, പെയിൻഫുൾ ഒബ്സ്റ്റാക്കിൾസ് മാത്രം പറഞ്ഞാൽ പോലെ ടെറിബിൾ ആയിട്ടുള്ള ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവും അല്ലെ. ഭയാനകരമായിട്ടുള്ളതും പെയിൻഫുൾ എന്ന് പറയാൻ കാരണം മുള്ളുകൾ കുത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന, അത് അപ്പോൾ വേദനയാണല്ലോ അല്ലെ. അപ്പൊ അത് ഒന്നും കൂടെ പെയിൻഫുൾ എന്ന് അതാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഫേസിങ് ഓൾ പെയിൻഫുൾ ആൻഡ് ടെറിബിൾ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ദ ഫോർവേഡ് പാത്ത്, നമ്മുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന വളരെ പെയിൻഫുളും അതേപോലെ തന്നെ വളരെ വേദനാജനകവുമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ നമ്മൾ ഫേസ് ചെയ്യുന്നത്, അതിനെയാണ് ഈ തോൺ അല്ലെ, അതാണ് നമ്മൾ ചവിട്ടി മുന്നോട്ട് പോകണം എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റാഫർ ആണ്. Okay, then symbolism അല്ലെ. The expression bleeding feet അല്ലെ, രക്തം വാർന്നൊലിക്കുന്ന പാദങ്ങൾ, symbolize the difficulties and suffering one will have to face that thrive in life അല്ലെ. ഒരാളുടെ ലൈഫിലെ പോരാട്ടത്തിൽ അദ്ദേഹം ഫേസ് ചെയ്യുന്ന സഫറിങ്സും ഡിഫിക്കൽട്ടീസും ബുദ്ധിമുട്ടുകളും സഹനത്തിനെയുമാണ് ഈ ബ്ലീഡിങ് ഫീറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ? അടുത്തത് അപ്പോസ്ട്രോഫി നോക്കാം. എ ലിറ്റററി ഡിവൈസ് ഇൻ വിച്ച് എ സ്പീക്കർ ഡയറക്ട്ലി അഡ്രസ് സമൺ ഹു ഇസ് നോട്ട് പ്രസന്റ് ഓർ സംതിങ് ദാറ്റ് കനോട്ട് നോർമലി ഹിയർ ആൻഡ് റെസ്പോണ്ട് അല്ലെ. കേൾക്കാനോ റെസ്പോണ്ട് ചെയ്യാനോ കഴിയാത്ത ഒരു വ്യക്തിയെ അല്ലെ, അവിടെ ആ ഒരു മുമ്പിൽ ഇല്ലാത്തൊരു വ്യക്തിയെ, അവിടെ പ്രസന്റിൽ ഇല്ലാത്തൊരു വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിക്കുക. ഇങ്ങനെ പല കവിതകളിലും ഉണ്ട് കേട്ടോ. ചില ആളുകൾ എന്റെ അല്ലെങ്കിൽ ഏതൊരു പക്ഷിയെയോ അങ്ങനെ എന്തിനെങ്കിലും ഒക്കെ അഭിസംബോധന ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, മൈ ഫയറി ലേഡി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവില്ല അവിടെ അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അഭിസംബോധന ചെയ്യുക. ഇവിടെ മൈ ഹാപ്പിലെസ് വൺ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു യൂസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെയുള്ള ഒരു അപ്പോസ്ട്രോഫി ഇവിടെ ടാഗോർ യൂസ് ചെയ്തിട്ടുണ്ട്. ആരെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത്? ഹാപ്പിലെസ് വൺ, നിർഭാഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യ അല്ലെ, നിർഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ദെൻ അലിട്രേഷൻ അല്ലെ. അലിട്രേഷൻ പിന്നെ ഇല്ലാതൊരു പോം നമ്മൾ ഇന്നേ വരെ പഠിച്ചിട്ടുണ്ടാവില്ലല്ലേ മക്കളെ. റിപ്പീറ്റേഷൻ ഓഫ് ദ കൺസണന്റ് സൗണ്ട് അല്ലെ. കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി അല്ലേ. അടുത്തത് flame from a roaring lightning le ff and many may aspire le mm le repetition of alliterations le nokam then assonance repetition of the vowel sound idu consonant sound aanengi idu vowel sound repeat cheyidu varunathu ട്ടോ nokam on alone must crush le avade ningalku കാണുന്നുണ്ടാവും le vowels repeat cheyidu varunu walk alone on a dark on a dark then road on a dark road. ഓക്കെ, അപ്പൊ ഇതും ഒരുപാട് ഉണ്ടാവും. ഇത് നിങ്ങൾ തെരഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ടൈമിലൊക്കെ അതിലെ പോയറ്റിക് അപ്രിസിയേഷൻ ഒക്കെ വരികയാണെങ്കിൽ ഒരു സംശയമില്ലാതെ അതിലുണ്ടാവും. അലിറ്ററേഷനും അസോണൻസും എന്തായാലും ഉണ്ടാവും. മാത്സ് ഈ അസോണൻസ്, അലിറ്ററേഷൻ, മെറ്റാഫറി, സിമിലി ഇതൊക്കെ എന്തായാലും ഒരു പോമിൽ ഉണ്ടാവും. ഓക്കെ, അത് എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തതിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ ഈ അലിട്രേഷൻ അസോണൻസ് എങ്കിലും ഒന്ന് ലൈനിലൂടെ ഒന്ന് തപ്പിത്തെറിഞ്ഞ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ദെൻ വിഷ്വൽ ഇമാജിനറി അല്ലെ. ഒരുപാട് ഈ കവിത വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ പല ഇമേജുകളും കടന്നു പോകുന്നുണ്ട് അല്ലെ. നമുക്ക് നോക്കാം നമ്മുടെ കാഴ്ചയിലൂടെ പതിഞ്ഞു പോയിട്ടുള്ള ഇമേജുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഡാർക്ക് റോഡില്ലേ, ഒരാളിങ്ങനെ ഇരുട്ട് നിറഞ്ഞ റോഡിലൂടെ പോകുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കില്ലേ. ബ്ലീഡിങ് ഫീറ്റ്, ചോർന്ന് നിൽക്കുന്ന രക്തം വാർന്നൊലിക്കുന്ന കാൽപാദങ്ങൾ ഇങ്ങനെ മുള്ളിലൂടെ ചവിട്ടി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ണിലൂടെ അല്ലെ. ലൈറ്റ്, പ്രകാശം. ഡാർക്ക് റെയിനി നൈറ്റ് അല്ലേ, നല്ല മഴയൊക്കെ ഉള്ള രാത്രി നമുക്ക് കാണാൻ സാധിക്കും. ക്ലോസ്ഡ് ഡോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ്. ഫ്ലെയിം അല്ലെ, ജ്വാല നമുക്ക് കാണും. ഫയർ, ഇതൊക്കെ നമുക്ക് കാണും. ലൈറ്റനിങ്, ഇടിമിന്നലൊക്കെ, ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലൂടെ കാണാൻ പറ്റുന്ന വസ്തുക്കളും കാഴ്ചകളുമാണ് അല്ലെ.
ദെൻ ഓഡിറ്ററി ഇമേജസ് അല്ലെ, നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന എന്തൊക്കെയെന്ന് നോക്കാം. സ്റ്റോമി റൈനി നൈറ്റ് അല്ലെ, നല്ല ഇടിമിന്നലും കൊടുങ്കാറ്റൊക്കെ വീശുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. റോറിംഗ് ലൈറ്റനിങ് അല്ലെ, അലറി വരുന്ന ഇടിമിന്നല്, അത് വേറെ തന്നെ, അതൊക്കെ നമുക്ക് കേൾക്കാം. ദെൻ ടാക്ടൽ ഇമേജസ് അല്ലെ. ഇനി നമുക്ക് നോക്കാം അടുത്തത് ഏതൊക്കെയാണ്. ക്രഷ് ദ തോൺ അല്ലെ, മുള്ളിലൂടെ ഇങ്ങനെ ക്രഷ് ചെയ്യുക. റെയിനി നൈറ്റ്, ബ്ലീഡിങ് ഫീറ്റ്, ഇതൊക്കെ നമുക്ക് ടാക്ടൈൽ ഇമേജസ് ലഭിക്കും അല്ലെ. ഇതൊക്കെ നമുക്ക് ഒരു ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെ. കിനസ്റ്റിക് ഇമേജിനറി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ബോഡി ഫീലിങ്സ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. വാക്ക്, മൂവ്, ഷൈൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടും. ദെൻ അലഫോറ, റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കോൺസിക്യൂട്ടീവ് അല്ലെ, അത് മറക്കരുത്. കോൺസിക്യൂട്ടീവ് ലെൻസ് പറഞ്ഞാൽ എന്താ, അവിടെ ഇവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് കാര്യമില്ല, തുടർച്ചയായ വരികൾ റിപ്പീറ്റ് ചെയ്ത് വരിക അല്ലെ. അപ്പൊ നിങ്ങൾ അതിൽ നോക്കി തുടർച്ചയായ വരികൾ ഏതെങ്കിലും ഒരു വേർഡോ ഫ്രേസോ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഈ അലഫോറ എന്ന് പറയുന്നത്. നിങ്ങൾ പോകുമ്പോൾ നോക്കിയാൽ കാണാം, ഈഫ് നിങ്ങൾക്ക് തുടർച്ചയായ വരികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണും കേട്ടോ. അപ്പൊ അതിനാണ് അലഫോറ എന്ന് പറയുന്നത്. പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് വലിയൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാസ് സെപ്പറേറ്റ് ഉണ്ട്, അത് പോയിട്ട് കാണുക കേട്ടോ. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ മക്കളെ, വോക്കലോണിന്റെ ഒരു ചെറിയൊരു അപ്രീസിയേഷൻ അല്ലെ. പോയത്തിന്റെ അപ്രീസിയേഷൻ നമുക്ക് എഴുതാൻ വരികയാണെങ്കിൽ നമുക്ക് എഴുതാം, സിമ്പിൾ ആയിട്ടാട്ടോ. നോക്കാം. ദ പോം വർക്ക് അലോൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ഇൻസ്പയർ പീപ്പിൾ ഓഫ് ഓൾ ജനറേഷൻ. പീപ്പിൾ ഓഫ് ഓൾ ജനറേഷൻ അല്ലെ, എല്ലാ ജനറേഷനിലും ഇല്ല അല്ലെ. ഈ ജനറേഷൻ ആവട്ടെ, അടുത്ത ജനറേഷൻ ആവട്ടെ, കഴിഞ്ഞു പോയ ജനറേഷൻ ആവട്ടെ, അദ്ദേഹം ഇത് എഴുതുന്ന സമയത്തുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ ആ ഒരു ടൈമിലുള്ള ജനറേഷൻ ആവട്ടെ, എല്ലാവർക്കും എന്താണ് ഒരു പ്രചോദനമായിട്ടുള്ള ഒരു കവിത തന്നെയാണ് ഇത്. The poem beautifully conveys the themes of the resilience, self-reliance and perseverance in the face of adversity. അല്ലെ, in the face of adversity പറഞ്ഞാൽ എന്താ, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ അല്ലെ, അദ്ദേഹത്തിന് വേണ്ട പ്രിസർവൻസ് അല്ലെ, സ്ഥിരോത്സാഹവും സെൽഫ് റിലയൻസ് പറഞ്ഞാൽ നമ്മളുള്ളിൽ ഒരു സ്വയം ഉണ്ടാവുന്ന ഒരു ശ്രമം അല്ലെ, ഒരു സ്വയം ശ്രമം നടത്തുക, അതിനാണ് സെൽഫ് റിയലൻസ് എന്ന് പറയുന്നത്. റെസിലിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ്, നമുക്ക് ഒരു പ്രതിരോധ ശേഷി അല്ലെ, വീണ്ടും ഒരു പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലോട്ട് എത്താനുള്ള ഒരു പ്രതിരോധ ശേഷി, അതിനാണ് റെസിലിയൻസ്. അപ്പോ റെസിലിയൻസും സെൽഫ് റിയലൻസും പ്രിസർവൻസും ഒക്കെ ഒരു അഡ്വേഴ്സിറ്റി സാഹചര്യത്തിൽ, ഒരു പ്രതികൂലമായ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇതെല്ലാം നേടിയെടുക്കാം, ഇതൊക്കെ വെച്ച് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒരു തീമായിട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരുന്നുണ്ട്, കൺവേ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. Then Mahatma Gandhi it served as a call to action during the India's freedom struggle അല്ലെ. ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ ഇത് ഗാന്ധിജിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കവിതയും കൂടി ആയിരുന്നു കേട്ടോ. അദ്ദേഹം ഇത് സ്വീകരിച്ച ഒരു കവിതയും കൂടിയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. The poem encourages us to stay strong and face challenges bravely. ഈ poem നമുക്ക് എൻകറേജ് ചെയ്യുന്നുണ്ട്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ബ്രേവോട് കൂടിയിട്ട് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ഫേസ് ചെയ്യാൻ, ചലഞ്ചുകളെ ഫേസ് ചെയ്യാൻ, സ്ട്രോങ് മൈൻഡോട് കൂടിയിട്ട് നമ്മൾ ഫേസ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് ഒരു എൻകറേജ് തരുന്നുണ്ട്. എങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഈവൻ വെൻ വി ആർ alone or lack support from the others, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് ലഭിക്കാത്തപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് ലഭിക്കാതെ നമ്മൾ തനിച്ചാണെങ്കിൽ പോലും നമുക്ക് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു എൻകറേജ്, ഒരു മോട്ടിവേഷൻ അല്ലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തരുന്നുണ്ട് കേട്ടോ, ഈ പോം തരുന്നുണ്ട്. Then it urges us to make our hearts as a powerful as a roaring lightning, face obstacles boldly and keep moving forward even on dark stormy night when others stay behind closed door. അല്ലെ, മറ്റുള്ളവർ നമ്മുടെ മുൻപില് അവരുടെ വാതിലുകൾ അടക്കുകയും അതേപോലെ തന്നെ സ്റ്റോമിയും ഡാർക്കാൻ, ഈ കൊടുങ്കാറ്റും ഈ ഇരുണ്ടും മഴയൊക്കെ നിറഞ്ഞിട്ടുള്ള വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എന്ത് ഫേസ് ചെയ്യണം, നമ്മൾ ഒബ്സ്റ്റാക്കിൾസ് അല്ലെ, നമ്മുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങൾ വളരെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാനും, എങ്ങനെ ഫേസ് ചെയ്യണം, റോറിംഗ് ലൈറ്റനിങ് പോലെ അല്ലെ, നല്ല കത്തിജ്വലിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ഇടിമിന്നൽ പോലെ നമ്മൾ പവർഫുൾ ആയിട്ട് നമ്മുടെ ഹാർട്ടിനെ സെറ്റ് ചെയ്ത് വളരെ ഊർജ്ജസ്വലമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്.
The poem conveys, ഈ പോം നമുക്ക് എന്ത് മെസ്സേജും കൂടെ തരുന്നുണ്ട് മക്കളെ? കൺവേഴ്സ് എ മെസ്സേജ് ഓഫ് ദ ഇന്നർ സ്ട്രെങ്ത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് അല്ലെ. നമ്മൾ തനിയെ വരുവാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്നൊരു സ്ട്രെങ്ത് വെച്ചിട്ട് മുന്നോട്ട് പോകുക. അതായത് ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് കഴിയും എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. നമുക്ക് ഉള്ളിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല, അങ്ങനെയല്ല. നമുക്ക് ഉള്ളിൽ ഓരോരുത്തർക്കും ശക്തിയുണ്ട് അല്ലെ. ആ ഒരു പവറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. And urging us to persevere and light our own path with the unwavering determination. അല്ലെ, അൺവേവറിങ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത അത്രത്തോളമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള വഴിയിലൂടെ വളരെ സ്ഥിരോത്സാഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവാൻ നമുക്ക് ഈ ഒരു പോം പറയുന്നുണ്ട്. ഇവൻ വെൻ അതേഴ്സ് ടേൺ അവേ, എങ്ങനെ മറ്റുള്ളവർ നമുക്ക് മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനത്തോടു കൂടിയിട്ട് വളരെ സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജും കൂടെ ഈ പോം തരുന്നുണ്ട്. The tone of the poem is optimistic ആണ് അല്ലെ. ഒരു സ്ഥിരോത്സാഹത്തിന്റെ ഒക്കെ ഒരു പോമാണ് കേട്ടോ. ആൻഡ് ഇൻസ്പയറിംഗ് അല്ലെ, എന്താണ്? പ്രചോദനമായിട്ടുള്ള ഒരു പോമാണ്. ഓഫറിംഗ് ഹോപ്പ്, പ്രതീക്ഷകൾ തരുന്നതാണ്. ആൻഡ് സ്ട്രെങ്തനിങ് ടു ദോസ് ഫീൽ ഐസൊലേറ്റഡ് അല്ലെ. എങ്ങനെ നമ്മൾ തനിയെ ഏകാന്തപ്പെട്ട് പോയും തനിയായിപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയിരിക്കുന്ന സമയത്ത് പോലും നമ്മളിലുള്ളിൽ ഒരു സ്ട്രെങ്ത്തും ഒരു പവറും ഒരു പ്രതീക്ഷയും ഒരു ഇൻസ്പിറേഷനും ഒരു എല്ലാം, ഒരു ശുഭാപ്തി വിശ്വാസവും എല്ലാം തരുന്നതാണ് എന്ത്? ഈ ഒരു പോമിന്റെ ഒപ്റ്റിമിസ്റ്റിക് ആണ് ഈ പോമിന്റെ ടൂൺ അല്ലെ. ഒരു ശുഭാപ്തി വിശ്വാസം തരുന്ന ഒരു പോം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രതീക്ഷകളും ഒക്കെ തരുന്നിട്ടുള്ള ഒരു പോമാണ് കേട്ടോ. നോക്കാം അടുത്ത്. ടാഗോർസ് സ്കിൽഫുൾ യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസ്. അപ്പൊ ഇത്രയും നമ്മൾ ആ പോമിന്റെ അപ്രിസിയേഷൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ. ഇവിടെ ഞാൻ ഇതിൽ പോയറ്റിനെ കുറിച്ച് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയറ്റിനെ കുറിച്ചും ഒരു 2 ലൈന് ഇതിലോട്ട് ആഡ് ചെയ്യാം. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചതും അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി വർക്കും അതുപോലെ നമ്മുടെ ജനഗണ ഈ കമ്പോസ് ചെയ്തതും ഇത്രയാണ് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ എന്ത് പറഞ്ഞു? പോമിന്റെ തീമാണ് ഇത്രയും നേരം പറഞ്ഞത്. ആ തീമിന് ശേഷം നമുക്ക് എന്ത് പറയാം? ഇനി അടുത്ത പാരഗ്രാഫ് പോയറ്റിക് ഡിവൈസസ്. പോയറ്റിക് ഡിവൈസ് നിങ്ങൾ പറയുമ്പോൾ ഇത് എഴുതണം എന്നില്ല. നമ്മൾ കവിത പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിനുശേഷം നമ്മൾ പോയറ്റിക് ഡിവൈസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലുണ്ടെങ്കിൽ അത് അതേപോലെ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അത് ഇതിലാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ എഴുതണമെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ പോം പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇതിന്റെ തൊട്ട് ശേഷം പഠിപ്പിച്ച പോയറ്റിക് ഡിവൈസസ് ഒരു 3ാമത്തെ പാരഗ്രാഫായിട്ട് എഴുതി കൊടുത്താൽ മതി. ടാഗോർ സ്കിൽഫുൾ യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസസ് എൻഹാൻസ് ദ പോംസ് ഡെപ്ത് ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട് അല്ലെ. അദ്ദേഹത്തിന്റെ വളരെ കഴിവാർന്ന പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പോമ എന്താക്കുന്നുണ്ട്? അതിന്റെ ആഴവും അതിന്റെ ഇമോഷണൽ ഇമ്പാക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഉയർത്തിയിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ പോയറ്റിക് ഡിവൈസസിന്റെ യൂസും ഉണ്ട്. ദ പോയറ്റിക് ഡിവൈസസ് apostrophe by which the poet directly address the reader as seen in Oh My Hapless One അല്ലെ. നമ്മളെ നിർഭാഗ്യവാനായിട്ടുള്ള ഒന്നേ അല്ലെങ്കിൽ നിർഭാഗ്യമായിട്ടുള്ള മനുഷ്യ എന്ന് പോയിട്ട് വിളിക്കുമ്പോൾ അത് റീഡ് ചെയ്യുന്ന നമ്മളെയാണ് വിളിക്കുന്നത് അല്ലെ. വ്യക്തി അവിടെ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ വിളിക്കുമ്പോൾ നമ്മളോടാണല്ലോ അത് എത്തുന്നത്, റീഡ് ചെയ്യുന്ന നമ്മളോട്ട്. അപ്പൊ അദ്ദേഹം റീഡേഴ്സിനെ എങ്ങനെയാണ് ഇതിൽ അഭിസംബോധന ചെയ്യുന്നത്? ഏത് അപ്പോസ്ട്രോഫി യൂസ് ചെയ്തിട്ടാണ്? ഓ മൈ ഹാപ്ലെസ് വൺ എന്ന് പറയുന്നത് കേട്ടോ. ആഡ്സ് എ പോയിഗ്നന്റ് ഇമോഷണൽ അപ്പീൽ അല്ലെ. ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ഇമോഷണൽ അല്ലെ ഒരു അപ്പീൽസ് ആണ് നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കുന്നത്. യൂസിങ് ദ ഡിവൈസ് റിപ്പീറ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദ പോയറ്റ് പെർസ്യൂസ് റീഡർ റിപ്പീറ്റ്ലി ടു മൂവ് ഓൺ ഈവൻ വെൻ ഷീ ഈസ് അലോൺ, എംഫസൈസ് ദ പെർസിസ്റ്റൻസ് അല്ലെ. തനിച്ചാണെങ്കിൽ പോലും മുന്നോട്ടുള്ള സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മൂവ് ഓൺ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു അവിടെ പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്ത് അത് അതേപോലെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഓൾറെഡി അത് പഠിച്ചവർക്ക് ഇത് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അതേപോലെ യൂസ് ചെയ്യാം. ദെൻ മെറ്റാഫീസ് ലൈക്ക് ക്രഷ് ദ ത്രോൺ, സിംബോളിസം ഇൻ ബ്ലീഡിങ് ഫീറ്റ് അല്ലെ. മെറ്റാഫർ യൂസ് ചെയ്തിട്ടുണ്ട്, ക്രഷ് ദ ത്രോൺ, സിംബോളിസം യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലീഡിങ് ഫീറ്റ്. വിവിഡ്ലി കൺവേ ദ സ്ട്രഗിൾസ് ആൻഡ് സാക്രിഫൈസ് ഇൻ ദ ഫേസിങ് ചാലഞ്ചസ് അല്ലെ. ചലഞ്ച് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്ന ത്യാഗങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് ഒക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഓൾ വിഷ്വൽ ഓഡിറ്ററി ടാക്ടൈൽ ഇമേജസ്, വിഷ്വലും ടാക്ടൈൽ ഓഡിറ്ററി ഇമേജസ് യൂസ്ഡ് ഇൻ ദ പോം ടേക്സ് റീഡേഴ്സ് ടു എ വേൾഡ് ഓഫ് സെൻസറി എക്സ്പീരിയൻസ് ദ പെയിൻ ആൻഡ് ഹാർഡ്ഷിപ്പ് അസോസിയേറ്റഡ് വിത്ത് ഹാർഡ് വർക്ക് അല്ലെ. വളരെ പെയിൻഫുൾ ആയിട്ടും വളരെ ഹാർഡ് വർക്കൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സെൻസറി എക്സ്പീരിയൻസിന്റെ ലോകത്തോട്ട് തന്നെ നമ്മൾ ഈ ഒരു ഓഡിറ്ററിയും വിഷ്വലും ടാക്ടൈൽ ഇമേജസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്.
Devices like alliterations, assonance are create the musical rhythm. അല്ലെ, അത് പിന്നെ എപ്പോഴും ഒരു മ്യൂസിക്കൽ റിതം തരാം. നമ്മൾ ഈ റിപ്പീറ്റേഷൻസ്, അലിറ്റേഷൻ, അസോണൻസ് ഒക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത്? ആ കവിത നിങ്ങൾ ചെല്ലി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടോൺ അതിന് കിട്ടും, ഒരു മ്യൂസിക്കൽ ടോൺ കിട്ടും. അതിനാണ് ഈ റിപ്പീറ്റേഷൻ. അപ്പൊ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ആ കവിത നിങ്ങൾ വായിക്കുന്നതിന് പകരം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനൊരു ടോൺ കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ അലിട്രേഷനും അസോണൻസും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ടോൺ നമുക്ക് എന്ത് ചെയ്യും, ഒരു മ്യൂസിക്കൽ റിതം നമുക്ക് ആ പോമിലൂടെ കിട്ടും. ദെൻ അലോഫോറ വിത്ത് ദ റിപ്പീറ്റഡ് യൂസ് ഓഫ് ഈഫ് യൂസ് ചെയ്തിട്ടുണ്ട്. റീഇൻഫോഴ്സ് ദ പോയറ്റ് കോൾസ് ഓഫ് ആക്ഷൻ, ആ ഒരു അദ്ദേഹം വീണ്ടും വീണ്ടും വിളിക്കുന്നതിനെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നു, ശക്തമാക്കുന്നുണ്ട്. ദ പോം വർക്ക് അലോൺ വിത്ത് ഇറ്റ്സ് സബ്ലൈംസ് തീംസ്, അതിന്റെ കൂടെ ഡയറക്റ്റ് തീമിനും അപ്പുറം കുറെ തീമുകളുണ്ട്. ഇൻസ്പിറേഷണൽ മെസ്സേജ് തരുന്നുണ്ട് നമുക്ക്. അതുപോലെ ബ്രില്യൻ യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. കണ്ടിന്യൂസ് ഇൻസ്പയർ ദ ജനറേഷൻ, അല്ലെ, ഓരോ ജനറേഷനെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഈ പോം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ പോമിന്റെ അപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ് അല്ലെ, പക്ഷെ വളരെ മോട്ടിവേറ്റഡ്, വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു പോമാണ് അല്ലെ. അതിപ്പോ ഏത് കാലത്തുള്ള, ഇപ്പൊ ഈ കാലഘട്ടമാണെങ്കിലും ഇനി വരും തലമുറ ഇതെടുത്ത് വായിക്കുകയാണെങ്കിലും അതിലൂടെ എന്തുണ്ട്, ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുന്നത്. ആ ടൈമിൽ എഴുതുമ്പോൾ ആ സമയത്തുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ അത് കണക്ട് ചെയ്യുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്ക് വായിക്കുമ്പോൾ അപ്പോഴും ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട് അല്ലെ. വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള, വളരെ കറേജസ് ആയിട്ടുള്ള ഒരു പോമാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.